ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IELTS സ്പീക്കിങ്ങിനെ കുറിച്ചാണ്. IELTS സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ ജനറലും അക്കാഡമിക്കിലും സെയിം തന്നെയാണ്. സ്പീക്കിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇംഗ്ലീഷ് എത്രത്തോളം നല്ലതാണെന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് IELTS സ്പീക്കിംഗ് ടെസ്റ്റ്. ഒരു സെപ്പറേറ്റ് റൂമിൽ എക്സാമിനറും നമ്മൾ കാൻഡിഡേറ്റും മാത്രമായിരിക്കും സ്പീക്കിംഗ് ടെസ്റ്റിന് ഉണ്ടാവുക. നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് ടോക്ക് ചെയ്യാം. നമ്മൾക്ക് എത്രത്തോളം ഫ്രണ്ട്ലി ആയിട്ട് ടോക്ക് ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മൾ ധൈര്യമായിട്ട് ടോക്ക് ചെയ്യാം. ഇതിന് 3 പാർട്സാണുള്ളത് സ്പീക്കിംഗ് ടെസ്റ്റിന്. പാർട്ട് 1, പാർട്ട് 2 ആൻഡ് പാർട്ട് 3. ഇത് ടൈം എന്ന് പറയുമ്പോൾ 11 to 15 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 14 മിനിറ്റ്സ് വരെ ആയിരിക്കും അതിൻ്റെ ടൈം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾക്ക് മികച്ച സ്കോർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം അവിടെ കറക്റ്റ് തന്നെ, ഇപ്പോൾ എക്സാമിനർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് റൈറ്റ് ആൻസർ, കറക്റ്റ് പ്ലേസ്, ഇപ്പോൾ ഒരു പ്ലേസിനെ കുറിച്ചാണെങ്കിൽ ആ കറക്റ്റ് പ്ലേസിനെ കുറിച്ച് തന്നെയല്ല നമ്മൾക്ക് മനസ്സിൽ തോന്നുന്ന ഐഡിയാസ് അത് വെച്ചിട്ട് നമ്മൾക്ക് സംസാരിക്കാം. ഓക്കെ, പാർട്ട് 1 നിങ്ങളുടെ അടുത്ത് ഒരു വാമപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പാർട്ട് 1 എന്ന് പറയുമ്പോൾ പാർട്ട് 1 എക്സാമിനർ ചോദിക്കുന്നത് ജനറൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ജനറൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഫാമിലിയർ ടോപ്പിക്സ്, ഇപ്പോൾ ഹോം, ഫാമിലി, ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ വർക്കിനെ കുറിച്ച്, സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റഡീസിനെ കുറിച്ച്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും പാർട്ട് 1 കൂടുതലായിട്ട് ചോദിക്കുന്നത്. ഈ പാർട്ട് 1 എന്ന് പറയുമ്പോൾ അത് 4 to 5 മിനിറ്റ്സ് ആയിരിക്കും. പാർട്ട് 2 നിങ്ങൾക്കൊരു ടാസ്ക് കാർഡ്, ഒരു ക്യൂ കാർഡ് കിട്ടും. അപ്പോൾ അത് തന്നിട്ട് നമ്മൾക്ക് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എക്സാമിനർ നമ്മളുടെ അടുത്ത് ആവശ്യപ്പെടും. 2 മിനിറ്റ്സാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അതിന് മുൻപ് നമ്മൾക്ക് 1 മിനിറ്റ് പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടും. 1 മിനിറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം 2 മിനിറ്റ്സാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഈ ഭാഗം പൂർത്തിയാക്കാനായിട്ട് എക്സാമിനർ ഒരേ വിഷയത്തിൽ 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതാണ് പാർട്ട് 2. ഇനി പാർട്ട് 3 എന്ന് പറയുമ്പോൾ നമ്മൾ പാർട്ട് 2 സംസാരിച്ചൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങളായിരിക്കും നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ കൂടുതൽ ആശയങ്ങളും പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് ഇതിൽ പറ്റും. ഒരു ഡിസ്കഷൻ ടോപ്പിക്സ് ആയിരിക്കും. ഈ പാർട്ട് 3 ഭാഗം ഇത് പൂർത്തിയാവാനായിട്ട് 4 to 5 മിനിറ്റ്സ് വരെ ആയിരിക്കും ഇതിൻ്റെ ടൈം നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ പാർട്ട് 1 എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ ആൻഡ് ക്വസ്റ്റ്യൻസ് ഓൺ ഫെമിലിയർ ടോപ്പിക്സ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ 4 to 5 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. ഫസ്റ്റ് നിങ്ങളുടെ അടുത്ത് അവർ ഇരിക്കാൻ പറയും. പിന്നെ ഒരു നിങ്ങളുടെ പേര്, നിങ്ങളുടെ നെയിം ചോദിക്കും. നെയിം ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കുക, പാസ്പോർട്ടിലുള്ള നെയിം എന്താണോ അത് തന്നെ ആയിരിക്കണം നമ്മൾ പറയേണ്ടത്. ഓക്കെ, അതിനുശേഷം അവർ ചോദിക്കും നിങ്ങൾ എന്താണ് ഞാൻ വിളിക്കേണ്ടത്. അപ്പോൾ യു ക്യാൻ കോൾ മീ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾക്കത് പറയാം. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ്, അതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, ആൻസർ എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മളുടെ അടുത്ത് ഐഡൻറ്റിഫിക്കേഷൻ ചോദിക്കും. അതായത് നമ്മുടെ പാസ്പോർട്ട് കാണിക്കാൻ പറയും. അപ്പോൾ നമ്മൾ ആ പാസ്പോർട്ട് കാണിക്കണം. പിന്നെ നമ്മളുടെ അടുത്ത് കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്, അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ വർക്കിങ്ങിനെ കുറിച്ചും, ഇൻ കേസ് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസിനെ കുറിച്ചൊക്കെ ആയിരിക്കും ചോദിക്കുക, ജനറൽ ക്വസ്റ്റ്യൻസ്. അതുപോലെ നമ്മളുടെ അടുത്ത് ഫെമിലിയർ ടോപ്പിക്സിനെ കുറിച്ച് ചോദിക്കും. വാമപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ, വാമപ്പ് ആണ്. അപ്പോൾ ഫെമിലിയർ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന മ്യൂസിക് അല്ലെങ്കിൽ കുക്കിംഗ്, വെതർ, മൂവീസ്, ഇഷ്ടപ്പെടുന്ന മൂവീസ്, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും നമ്മളുടെ അടുത്ത് ചോദിക്കാം. ഏതെങ്കിലും ഒരു 1 or 2 ടോപ്പിക്സ് ആയിരിക്കും നമ്മളുടെ അടുത്ത് പാർട്ട് 1 ചോദിക്കുന്നത്. അപ്പോൾ ഒരു 4 to 5 മിനിറ്റ്സ് ആയിരിക്കും. അതിനുള്ളിൽ തന്നെ അവരത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ സ്വീറ്റ് ആൻഡ് ഷോർട്ട് ആൻസർ കൊടുക്കുക ഇതിന്. പാർട്ട് 2 എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ലോങ് ടേൺ, ഡ്യൂറേഷൻ 3 to 4 മിനിറ്റ്സ് ഡ്യൂറേഷനാണ്. നമ്മളുടെ പാർട്ട് 1 ശേഷം എക്സാമിനർ നമ്മൾക്കൊരു ടോപ്പിക്സ് തരും, ഒരു ടാസ്ക് കാർഡ് തരും. അതിൽ നമുക്കൊരു പർട്ടിക്കുലർ ടോപ്പിക്സ് ഉണ്ടാവും. അതിനെക്കുറിച്ച് 1-2 മിനിറ്റ് സംസാരിക്കാൻ നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടും. കൂടാതെ തന്നെ നമ്മൾക്കൊരു പേപ്പറും പെൻസിലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മളുടെ ടാസ്ക് കാർഡിൽ നമ്മൾക്ക് ചില പോയിൻറ്റ്സുകൾ നമുക്ക് പെൻസിൽ വെച്ചിട്ട് നോട്ട് ചെയ്യാൻ പറ്റും. നോട്ട് ചെയ്യുക. നമുക്ക് 1 മിനിറ്റ്, ടോട്ടൽ നമ്മൾ 3 മിനിറ്റ്സ് ആണ്, അതിൽ 1 മിനിറ്റ് ടൈം നമ്മൾക്ക് പ്രിപ്പയർ ചെയ്യാൻ തരും. 1 മിനിറ്റ്. ആ പ്രിപ്പയർ ചെയ്യാൻ തരുന്ന ടൈമിൽ നമ്മൾക്ക്
വേണ്ട നോട്ട്സുകൾ നമ്മൾക്ക് പെൻസിൽ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ 2 മിനിറ്റ്സ് ആണ് നമ്മൾ ടോക്ക് ചെയ്യേണ്ടത്. ഈ 2 മിനിറ്റ്സ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാണ്ട് ടോക്ക് ചെയ്യുക. 2 മിനിറ്റ്സ് ആകുമ്പോൾ എക്സാമിനർ ഒന്നല്ലെങ്കിൽ കൈ കൊണ്ട് കാണിക്കും, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് സ്റ്റോപ്പ് ചെയ്യാൻ പറയും. ഓക്കെ, അല്ലാതെ എക്സാമിനർ നമ്മൾ നോക്കുന്നില്ല എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ സംസാരിച്ച്, അല്ലെങ്കിൽ അവർ നമുക്ക് റിപ്ലൈ തരുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ 2 മിനിറ്റ്സ് കണ്ടിന്യൂസ് നിങ്ങൾ നിർത്താണ്ട് സംസാരിക്കുക. എക്സാമിനറിൻ്റെ കയ്യിലൊരു ടൈമർ ഉണ്ടാവും. അപ്പോൾ ടൈമർ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരത് ഓൺ ചെയ്യും. അതിനുശേഷം 2 മിനിറ്റ്സ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മളുടെ അടുത്ത് സ്റ്റോപ്പ് ചെയ്യാൻ ഒന്നെങ്കിലും കൈ കൊണ്ട് കാണിക്കും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറയും. ചിലപ്പോൾ നമ്മൾ പാർട്ട് 3ലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ സംസാരിച്ച ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചിലപ്പോൾ അവർ നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ചിലപ്പോൾ ഒന്നും ചോദിക്കില്ല. ഈ പാർട്ട് 2ൽ നിങ്ങൾക്ക് തരുന്ന ടോപ്പിക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങളാണെങ്കിൽ നമുക്കത് വേണമെങ്കിൽ പങ്കുവയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 1 മിനിറ്റ് ടൈം കിട്ടുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ പ്രിപ്പയർ ചെയ്യാനുള്ളത് നമുക്ക് എന്താണെന്നുള്ളത് നമ്മൾക്ക് കിട്ടും. അപ്പോൾ പാർട്ട് 3 2 വേ ഡിസ്കഷനാണ് പാർട്ട് 3 എന്ന് പറയുമ്പോൾ. പാർട്ട് 3ൽ 4 to 5 മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ. ഈ പാർട്ട് 3ൽ മെയിനായിട്ട് അവർ ചോദിക്കുന്നത് നമ്മൾ പാർട്ട് 2ൽ സംസാരിച്ചിട്ടുള്ള പൊതുവായൊരു വിഷയത്തെക്കുറിച്ചിട്ടാണ് നമ്മളുടെ അടുത്ത് പാർട്ട് 3ൽ അവർ ചോദിക്കുക. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു പാർട്ടാണ് പാർട്ട് 3. എക്സ്പ്ലെയിൻ ചെയ്യുക വിത്ത് എക്സാമ്പിൾസ്, പ്രത്യേകം ശ്രദ്ധിക്കുക, വിത്ത് എക്സാമ്പിൾസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ പാർട്ട് 3ൽ ഡിസ്കഷൻ ആയിരിക്കും, ഡിസ്കഷൻ ടോപ്പിക്സാണ്. അപ്പോൾ നമ്മൾ പാർട്ട് 1ലും പാർട്ട് 2ലും നമ്മൾ എക്സാമിനർ നമ്മൾ സംസാരിച്ചിട്ടുള്ള പ്രത്യേകത, നമ്മളുടെ ജനറലായിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടാവില്ല, അതിനെക്കുറിച്ചിട്ട് ആണ് അവർ മെയിനായിട്ട് ഡിസ്കഷൻ നമ്മളുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരവസരം കിട്ടുന്ന ഒരു പാർട്ടാണ് പാർട്ട് 3. പാർട്ട് 1 വാം അപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പാർട്ട് 2ൽ നമ്മൾക്ക് ടാസ്ക് കാർഡ് തന്നു. ടാസ്ക് കാർഡിൽ ടോപ്പിക് ഉണ്ടാവും, അത് വെച്ചിട്ട് നമ്മൾ പാർട്ട് 2 കംപ്ലീറ്റ് ചെയ്തു. പാർട്ട് 3 ആണ് ലാസ്റ്റ് പാർട്ട്, അത് ഡിസ്കഷൻ ആയിരിക്കും. 4 to 5 മിനിറ്റ്സ് എക്സാമിനറും നമ്മൾ തമ്മിലുള്ള ഡിസ്കഷനിൽ നമ്മൾക്ക് നമ്മൾ ഡീപ്പായിട്ടുള്ള നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആൻസേഴ്സ് വിത്ത് എക്സാമ്പിൾ നമ്മൾ ആൻസേഴ്സ് കൊടുക്കുക. ഇതാണ് സ്പീക്കിങ്ങിൻ്റെ 3 പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ ഓരോരോ പാർട്ടും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, എങ്ങനെയാണ് ആൻസർ കൊടുക്കേണ്ടത്, അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ സ്പീക്കിംഗ് ടെസ്റ്റ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.